ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഇതാണ് സ്വീറ്റ് അമ്പഴം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാനിന്ന് ചെയ്യുന്നത്. ജെറ്റ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള സ്വീറ്റ് അമ്പഴത്തിൻ്റെ ഒരു തൈയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് വീടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും വലിയ മരങ്ങളായിട്ടുള്ള അമ്പഴ മരങ്ങളൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഇന്ന് അതൊക്കെ കാണാൻ വളരെ കുറവായിട്ടാവുമെന്ന് തോന്നുന്നു. ഇന്നത് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ചെടിയാണ് ഈ കാണുന്ന സ്വീറ്റ് അമ്പഴം. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടൊന്നും നമുക്ക് അമ്പഴ മരങ്ങൾ വലിയ മരമാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കായ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾ കയ്യെത്തും ദൂരത്ത് തന്നെയാണ് ഇതിൽ കായ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ അത് മാത്രമല്ല, പണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അമ്പഴ മരത്തിലൊക്കെ കായ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് വർഷത്തിൽ എല്ലാ ദിവസവും ഇതിൽ കായും പൂവൊക്കെ ഉണ്ടാവുന്നൊരു തൈയാണ്. അമ്പഴത്തിൻ്റെ ആ ഒരു കായ ഈ ഒരു കാണുന്ന ചെറിയ പ്രായത്തിലുള്ള ഒരു കായാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി ഇത് വലിപ്പം വെച്ച് വരുമ്പോഴാണ് വലിയ കായും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും ഉള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് പുളിയും അതുപോലെ തന്നെ മധുരം കൂടി കലർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു പച്ചമാങ്ങയുടെ ചെറിയൊരു പുളിയായിട്ടുള്ള ഒരു മാങ്ങ ഒക്കെ കഴിക്കുന്ന ആ ഒരു രുചിയോട് കൂടിയിട്ടാണ് ഈ ഒരു അമ്പഴം വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുന്നുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കമൻസ് ഒക്കെ രേഖപ്പെടുത്തണം. അതുപോലെ ഇത് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു സ്വീറ്റ് അമ്പഴത്തിൻ്റെ കൂടുതൽ പരിചരണമൊന്നും നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. പക്ഷെ കൂടുതൽ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു ചെടി വെക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് മിക്ക ചെടികളുടെ നഴ്സറികളിലും ഈ ഒരു ഇതിന് തൈ വാങ്ങാൻ കിട്ടും. ഈ ഒരു അമ്പഴം നമുക്ക് അച്ചാർ ഉണ്ടാക്കാം, അതുപോലെ ഉപ്പിലിട്ട് വെക്കാം. പിന്നെ മാങ്ങയുടെ പകരമായിട്ട് നമുക്ക് മുളക് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് കറിയിലൊക്കെ ഇടാം. പിന്നെ അതുപോലെ ജാം ഉണ്ടാക്കാം, സ്ക്വാഷ് ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഐറ്റം നമുക്ക് ഈ ഒരു സ്വീറ്റ് അമ്പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇതിന് പൂടുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, അപ്പം ചിലപ്പോൾ ഇതിൽ പുഴുക്കളൊക്കെ വന്നിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പുഴുക്കളൊക്കെ ഒന്ന് തട്ടിയിട്ടെടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ചെടിക്ക് പ്രത്യേക പരിചരണത്തിനൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞിട്ടുള്ളൊരു സ്വീറ്റ് അമ്പഴങ്ങാണ്. അപ്പോൾ അത് മോള് അതിൽ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അവളുടെ ആ ഒരു ഹൈറ്റിലുള്ളതായത് കാരണം അവൾക്കത് പെട്ടെന്ന് പറിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്കിനി അതിൽ നിന്ന് നന്നായിട്ട് ആയിട്ടുള്ള, അതായത് മൂത്ത് കഴിഞ്ഞിട്ടുള്ള സ്വീറ്റ് അമ്പഴങ്ങ നമുക്ക് പറിച്ചു നോക്കാം. ഈ കാണുന്ന വണ്ണത്തിലാണ് മുഴുവനായിട്ട് വളർച്ച വന്നിട്ടുള്ള സ്വീറ്റ് അമ്പഴത്തിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു തൈ വാങ്ങിക്കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൽ പൂവും കായൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു സ്വീറ്റ് അമ്പഴം കഴിക്കുന്നതിലൂടെ നമ്മുടെ പല്ലിനായാലും എല്ലിനായാലും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ അതുപോലെ ഹൃദ്രോഗ സാധ്യതയൊക്കെ ഒരുപാട് കുറക്കാൻ സഹായിക്കും. പിന്നെ ഈ ഒരു സ്വീറ്റ് അമ്പഴം നമ്മൾ ഈ ഒരു തൈന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ സാധാരണ ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ശരിക്കും നമ്മളത് ഒരു കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ 2 സ്റ്റെപ്പ് താഴെ വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വീണ്ടും പൂവ് ഉണ്ടാവാനും അതുപോലെ വീണ്ടും കായ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. ഇലകളൊക്കെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് തന്നെയാണ്. സാലഡിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ആ ഒരു തൈമന്ന് കിട്ടിയിട്ടുള്ള അമ്പഴം. ഇതിന് മുമ്പേ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് പൂക്കളൊക്കെ ഇതിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ അങ്ങനെ കൊഴിഞ്ഞു പോകാമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ഈ ഒരു സ്വീറ്റ് അമ്പഴം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ ഉണ്ടാവും കേട്ടോ. നമ്മളുടെ പച്ചമുളകൊക്കെ കട്ട് ചെയ്താൽ ഉണ്ടാവില്ല, ആ ഒരു ഷേപ്പിലായിട്ടൊക്കെയാണ്, അധികം കുരു ഒന്നും ഇല്ലാതെ. പക്ഷെ പണ്ടത്തൊക്കെ അമ്പഴത്തിൽ ഒരുപാട് നാരൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ നാരൊന്നും നമുക്ക് കഴിക്കാൻ നല്ല സുഖം കേട്ടോ. ഇത് കഴിച്ചിട്ട് മോളുടെ എക്സ്പ്രഷൻ നമുക്ക് കണ്ടോക്കാം. അപ്പോൾ മോൾക്ക് ഈ ഒരു സ്വീറ്റ് അമ്പഴം നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ഇനിയിപ്പോൾ മാങ്ങാക്കാലം കഴിഞ്ഞാലും നമുക്ക് മാങ്ങക്ക് പകരമായിട്ട് അതേ ടേസ്റ്റിലും അതേ ഫ്ലേവറിലും നമുക്ക് ഈ ഒരു സ്വീറ്റ് അമ്പഴം നമുക്ക് കറികളിലൊക്കെ ഇടാം. ഇത് ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. നല്ല മുളകിലൊക്കെ ആയിട്ട് സുറുക്കിയും മുളകൊക്കെ ആയിട്ട് അത്യാവശ്യം എരിവൊക്കെ ആയിട്ടുള്ള നല്ല ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. കഴിക്കാൻ നല്ല മാങ്ങ ഉപ്പിലിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു. ഒരു തൈയിൽ പൂവിട്ട് കഴിഞ്ഞാൽ ഇതാ അതുപോലെ ഉണ്ടാവല്. പൂവിട്ടിട്ടുള്ള ഈ ഒരു സമയത്തൊക്കെ ചിലപ്പം പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ ഇതിന് ശ്രദ്ധ ആവശ്യമായിട്ടുള്ളതുള്ളൂ. പിന്നെ കൂടുതൽ ശ്രദ്ധ ഒന്നും ഈ ഒരു തൈന് ആവശ്യമായിട്ടുള്ളതില്ല. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു കുഞ്ഞു നാരങ്ങ കേട്ടോ, ചൈനീസ് നാരങ്ങയാണിത്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. ഈ കാണുന്ന ചൈനീസ് നാരങ്ങ വെച്ച് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ ബൈ.